മാഡോക്സ് സൂപ്പർനാച്ചുറൽ യൂണിവേഴ്സിന്റെ 4ാമത്തെ സിനിമ ഇറങ്ങിയിരിക്കുന്നത് സ്ത്രീ 2. പ്രീവിയസ് സിനിമകളുടെ പോലെ തന്നെ സെയിം കോമഡി ഹൊറർ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ സിനിമയുടെയും. വളരെ നല്ല രീതിയിൽ ആ ഒരു യൂണിവേഴ്സിന് ജസ്റ്റിസ് കൊടുക്കുന്ന രീതി തന്നെയാണ് അമർ കൗശിക് എന്ന ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അമർ കൗശിക് എന്ന ഡയറക്ടറിന് അറിയാം എങ്ങനെ സ്ത്രീ 2 അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന്റെ സിനിമകളെ ഹാൻഡിൽ ചെയ്യണമെന്ന്. വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാനിങ്ങോടെ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കണം എന്ന് മനസ്സിലാവും. ഇനി ആ യൂണിവേഴ്സിലെ സിനിമകൾ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള എല്ലാ സംഭവം ഇട്ടുകൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് പഠാനിലെ ടൈഗർ വരുന്നു, ടൈഗർ 3 പഠാൻ വരുന്നു, അതൊക്കെ ഒരു ബാഡ് പ്ലാനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുറെ സർപ്രൈസ് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ കാണുക, സർപ്രൈസ്ഡ് ആവാനും എക്സൈറ്റഡ് ആവാനുള്ള എല്ലാ സംഭവവും നമുക്ക് ആ ഒരു ഇൻസ്റ്റാൾമെന്റിൽ കാണാൻ പറ്റും. പിന്നെ കാണാൻ പോണതിന് മുന്നേ സ്ത്രീ പാർട്ട് 1, ബേഡിയ, മൂഞ്ചിയ ഇതൊക്കെ കാണണം. മൂഞ്ചി ഇപ്പൊ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മൂഞ്ചിയ OTT റിലീസ് ആവാറായിട്ടുള്ളൂ. പക്ഷേ ബാക്കി 2 സിനിമകൾ മസ്റ്റ് ആയിട്ട് തന്നെ കാണുക. രാജ്കുമാർ റാവു, അഭിഷേക് ബാനർജി, പങ്കജ് ത്രിപാഠി, അപർശക്തി ഖുറാന ഇവരുടെ പെർഫോമൻസസും ഇവരുടെ ആ കോമിക് ടൈമിങ്ങും അതാണ് ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ്. ഇവരുടെ അഴിഞ്ഞാട്ടാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അവർ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു കെമിസ്ട്രി വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധ കപൂറും ആ ഒരു റോളിൽ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ചാം, ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവുടെ ആ ഒരു റൊമാൻറ്റിക് അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോങ്സ് ബൈ സച്ചിൻ ജിഗർ, വളരെ നല്ല ബ്യൂട്ടിഫുൾ മെലഡീസ് ആൻഡ് റൊമാൻറ്റിക് ട്രാക്സ് ആണ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിപ്പീറ്റ് വാല്യൂ ഉള്ള നല്ല ട്രാക്സ് ഈ സിനിമയുടെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ ജസ്റ്റിൻ വർഗീസ്. ഇന്റർവൽ പോയിന്റിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ടായി. CGI, എഡിറ്റിംഗ്, DOP, കോസ്റ്റ്യൂംസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ സംഭവമാക്കണം എന്നുള്ള റൈറ്റിംഗ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെയും ഓവർ ഷാഡോ ആയ പോലെയാണ് ഫീൽ ചെയ്തത് കോമഡി കാരണം. ഫുൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വൺ ലൈനർ ഡയലോഗ്സും കോമഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ചില ഡയലോഗുകൾ കോമഡിയൊക്കെ മിസ്സായും പോകുന്നുണ്ട്, ചിലതും വർക്കൗട്ട് ആവണം പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ പുതിയൊരു വില്ലൻ ക്രീച്ചറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു തലയില്ലാത്ത ക്രീച്ചർ. ആദ്യമൊക്കെ ഒക്കെയാണ് കാണാൻ, ചെറിയൊരു ടെററൈസിങ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നീട് അതും ആ ഒരു ഫീല് വിട്ടുപോകും ഇതിൽ ബാക്ക് ടു ബാക്ക് കോമഡി കാരണം. കോമഡിയുടെ കൂടെ തന്നെ ആ ഒരു ക്രീച്ചറിന്റെ സ്റ്റോറിയിലും കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്യുവർ എന്റർടൈനിങ് സൂപ്പർ നാച്ചുറൽ ഫ്ലിക്ക് തന്നെയാണ് സ്ത്രീ 2. പടം കഴിഞ്ഞ് അപ്പം തന്നെ ഇറങ്ങി പോയത്. ഇതിൽ മിഡ് ക്രെഡിറ്റ്സും ഉണ്ട്, എൻഡ് ക്രെഡിറ്റ്സും ഉണ്ട്. രണ്ടും കണ്ടിട്ട് വേണം പോകാൻ.